നമ്മുടെ റൂം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണിത്. കണ്ട മലനിരകളുടെ ഇടയിൽ ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ നമ്മളൊരു ചെറിയ ഹട്ടിലാണ് കിടന്നത്. ഇതുണ്ടോ കാപ്പിക്കുരുവൊക്കെ കണ്ട, രാവിലെ നല്ല കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിൽ കാപ്പിക്കുരുവൊക്കെ കണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ. ഇന്നലെ ഇവിടെയാണ് ഞാൻ കിടന്നത്. ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന കണ്ടോ, ആളുടെ പണി ഇതാണ്, എപ്പോഴും ചുറ്റിപ്പിണഞ്ഞ് കിടക്കും. ഇല്ലടി വേണേ, നീ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണോ? ഉണ്ടോ, ചെറിയ വിറയൊക്കെ ഉള്ളേ, എന്നിട്ട് ചുമ്മാ ഷോ ഓഫാണ്. ഇതുണ്ട് ഇവിടെ ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ്. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. എല്ലാം കൂടി വാരി വലിച്ചിട്ടേക്കാണ്, വണ്ടിയൊക്കെ മുകളിലിരിക്കുന്നത്. ഇതുണ്ടോ, നമ്മൾ ശാന്തമ്പാറയിലാണ് റെസ്റ്റ് ചെയ്തത്. ശാന്തമ്പാറ വക്കീൽ ബ്രോയുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ വക്കീൽ ബ്രോയൊക്കെ കൂടെ രാവിലെ ഓഫ് റോഡിങ്ങിന് പോയിരിക്കുകയാണ്. അദ്ദേഹം ഓഫ് റോഡിങ്ങും ട്രക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് വക്കീൽ ബ്രോയുടെ ഓഫീസ്. അപ്പോൾ അവിടെ ചെന്ന് ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഇന്നലെ നൈറ്റ് താമസിച്ചത്. ഇപ്പോൾ വെളുപ്പിനെ തന്നെ അവർ ഓഫ് റോഡിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ട്രക്കിങ്ങിന് മീൻസ് റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെയാണ് അവരുടെ ഒരു സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മൂന്നാറിലേക്കുള്ള വഴിയിൽ നമ്മുടെ ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ കേരളത്തിലൂടെ മുഴുവൻ 5 ജില്ലകളിൽ സഞ്ചരിച്ചിട്ട് ഈ വഴിയുടെ സൈഡുകൾ ക്ലിയർ ചെയ്യാതിട്ട് നടക്കാനുള്ള ആളുകൾക്ക് റോഡിൻ്റെ നടുക്ക് കയറി നടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പിന്നെ ആരോ ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. ആഹാ, ആ ബ്രിഡ്ജിൽ ആകപ്പാടെ ഒരു ബൈക്കിൻ്റെ എൻ്റെ ബൈക്കിൻ്റെ വീതിക്കുക വേറൊരു വണ്ടി പോയില്ല. അവിടെയാണ് ഓണടിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളാണിതെല്ലാം. റോഡുണ്ടാക്കി കിട്ടാൽ പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവൂടെ നമ്മുടെ PWD ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഒരുപാടടുത്ത് എനിക്ക് അപകടങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. ആ സമയത്തൊന്നും ക്യാമറ ഓണല്ലായിരുന്നു. സാധാരണക്കാരന് നടക്കാനോ സാധാരണക്കാരന് ഒരു സൈക്കിളിൽ പോകാനോ ഉള്ള അവസരമില്ല. ഫസ്റ്റ് ടീമുകൾ മാത്രം പോയാൽ മതി. ഇങ്ങനെ നമ്മൾ പൂപ്പാറയിലോട്ട് എത്തുകയാണ്. പൂപ്പാറയിലെ ഓഫീസാണ് കാണുന്നത്. കാട് വൃത്തിയാക്കാൻ സ്ഥലം മുഴുവൻ റോഡാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വലിയടാ വലി. ഇതുണ്ടോ,
കറക്റ്റ് ഒരു ബസ് പോകാനുള്ള സ്പോട്ടേ ഇവിടെയുള്ളൂ. ഒരു വണ്ടിക്ക് ഒരു വീട് ഇറക്കി കൊടുക്കണമെന്ന് വെച്ചാൽ പോലും നടക്കുക. ഇവിടുന്ന് ഒരു 3 മീറ്ററിന് ഒരു 2 മീറ്ററിനേലും റോഡാണ് സൈഡിലോട്ട് കാണുന്നത്. അങ്ങനെ ഏലത്തോട്ടങ്ങൾ പിന്നിട്ട് നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പന്നിയാർ എസ്റ്റേറ്റിലേക്കാണ്. ഹാരിസൺസ് മലയാളത്തിൻ്റെ പന്നിയാർ എസ്റ്റേറ്റിൻ്റെ തുടക്കമാണിപ്പോൾ. തേയിലത്തോട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സംസാരിക്കാത്ത തള്ളുന്നതുകൊണ്ടാണ് കേട്ടോ. ഹായ് ബ്രോ. അതെ, ഒരു സെക്കൻഡ്. നിർത്തിയാ അവിടെ അത്യാവശ്യം ലോഡ് നന്നായിട്ടുണ്ട്. 50 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 5ാമത്തെ ജില്ല. 5ാമത്തെ ജില്ല. അതെ. ഓക്കെ. ജോപ്പൻ എന്നാണോ? അതെ അതെ. ഇൻസ്റ്റാഗ്രാം കട്ടിൽ കച്ചവടക്കാരൻ ഒരു വഴി കൊണ്ടുവന്ന് കട്ടിലിട്ടിട്ട് വരുന്നവർക്ക് വിളിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിലും പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വലിയ വലിയ ഫർണിച്ചർ ഷോപ്പുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ ഷോപ്പുകൾ ഇട്ടിട്ട് ആൾക്കാർ അങ്ങോട്ട് ചെന്ന് വിൽക്കുന്നു. ഇവരങ്ങനെയല്ല, ആൾക്കാരുടെ അടുത്തോട്ട് വന്ന് വിൽക്കുന്നു. വലിയ വലിയ കിടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ വഴി സൈഡിൽ. സൂക്ഷിച്ച് പോയില്ലേ ദുഃഖിക്കേണ്ടി വരും. ഞാനും സൈക്കിളും പിന്നെയും കിടങ്ങിക്കിടക്കും. അപ്പോഴത്തെ പ്ലാന്റേഷൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഹാരിസൺസ് മലയാളത്തിൻ്റെ കൊളുന്തെല്ലാം നുള്ളിയ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു തേയിലത്തോട്ടമാണിത്. കണ്ടോ, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ പണി ചെയ്യാനുണ്ട്. മേളിൽ കയറുന്നില്ല, അതിന് മുമ്പേ ചെയ്തേക്കാം. ഇവിടെ പോയിട്ട് വേണം സൈക്കിൾ നിർത്തിയിട്ട് തോട്ടമൊക്കെ കയറി നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. ഇതൊരു ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. അവിടെ 2 ദിവസമായിട്ട് റെസ്റ്റോറൻറ്റ് ക്ലാസിക് കഫേയാണ്. ക്ലാസിക് കഫേയിൽ നിർത്തിയിട്ട് കുഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഒരു കാഴ്ച, അടിപൊളി തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മുകളിൽ കാണുന്ന റിസോർട്ട് നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നിടത്തുനിന്ന് നേരെ നോക്കിയ കാണുന്ന ഒരു റിസോർട്ടാണിത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നലെ താമസിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ മുകളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്
ഭക്ഷണം വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ശരി, ഭക്ഷണം വാങ്ങിച്ചിട്ട് കാണാം. ക്ലാസിക്കൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഗേറ്റ് കടന്നാൽ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നടയിലിരുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിക്ക് രാവിലെ ഫുഡ് കൊടുത്തിട്ടില്ല, കൊടുത്ത ഫുഡൊന്നും അത് കഴിച്ചില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, തേയിലത്തോട്ടം തുടങ്ങിയിട്ടൊരു 100 മീറ്ററായി. ഇങ്ങോട്ട് പോവുകയാണ്. ചെറിയ റോഡാണ്, നാരോ റോഡാണ്, അതുകൊണ്ട് ഇച്ചിരി റിസ്ക് എടുത്ത് വേണം പോകാൻ. കാരണം ഫ്രണ്ടിലൊക്കെ വലിയ ഗട്ടറുകളാണ് കാണുന്നത്. നമുക്ക് പെട്ടെന്നൊരു വണ്ടി വന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. വെള്ളം നല്ലൊരു കുന്ന് കാണുന്നുണ്ട്, പക്ഷെ കയറി പോകണേൽ നല്ല പാടുണ്ട്. പിന്നെ സൂപ്പർവൈസേഴ്സ് സമ്മതിക്കുമോയെന്നറിയില്ല. ആ കല്ലിൻ്റെ മുകളിലൊക്കെ പോയി ഇല്ലായിരുന്നു. യാത്രയോടുകൂടെ ഉള്ള യാത്ര ആരംഭിക്കാൻ വേണ്ടി ഞാനതിൻ്റെ തുടക്കത്തിലൂടെ വലിയ തള്ളി പോവുകയാണ്. ഡിഗ്രി ചൂടുണ്ട്. എന്താ നമുക്ക് നല്ല വീഡിയോ എടുക്കാനുള്ള ചാൻസുകൾ ഇന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചതുപ്പ് ഭൂമിയാണ്. നമ്മൾ തള്ളി മുമ്പോട്ട് പോവുകയാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മൂന്നാറിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറച്ചുനേരം വിശ്രമിച്ചിട്ട് പോവാം. രാവിലത്തെ കയറ്റം തടയുന്ന ഒരു ക്ഷീണം അങ്ങ് മാറ്റാം. കേട്ട പൊളിച്ച് തള്ളുകയാണ്. ഗ്രീൻ ടീമിൻ്റെ തിരക്കിലാണ്. നമുക്ക് ഇനി ആ പരിപാടി ഇല്ല. എഞ്ചിനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. പൂപ്പാറയിട്ടുണ്ട്. അക്കടി അപ്പൊ തെലുങ്കാണല്ലേ? തെലുങ്കാനക്കാരാണോ? ആ ആ നമ്മൾ നേരെ പൂപ്പാറയിലെത്തിയിരിക്കുകയാണ്. പൂപ്പാറ ടൗണിലാണ് നമ്മൾ. രാജകുമാരി ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് പോവാണ്. നമുക്ക് ഗ്യാപ്പ് റോഡാണ് നമ്മുടെ ലക്ഷ്യം. മേളിപ്പോയി നിർത്താം. നമ്മുടെ മൊബൈലിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. കംപ്ലൈൻറ്റോട് കംപ്ലൈൻ്റാണ്. അതിനിടയ്ക്കൊരു കംപ്ലൈൻറ്റ്. हाँ केरला का। हाँ हाँ जी। कितना लग जाएगा ये? 2 साल। 2 साल। वहीं से पूरा इकट्ठा लेके आ गए हो? वो थोड़ा थोड़ा
बहुत आदमी हेल्प करता है। नहीं, रास्ता पे बहुत आदमी खाना देता है, कोई टेंशन नहीं है। उधर जाएगा तो दावा बहुत है ना, इसलिए टेंशन नहीं है। खाना मिलेगा, खाने का मुश्किल बस है ना। ഇനി ഇതുപോലൊരു ബുദ്ധിമുട്ട് വയനാട്ടിലേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതിനു മുമ്പായിട്ട് നമ്മുടെ കൂടൊക്കെ ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ വലിയ ഉപകാരമാണ്. അതിനാരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും സഹായിക്കും. ആ കൂട് ഒരു അലുമിനിയം കൂടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ പതിയെ നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഒരുപാട് പേര് നമുക്ക് ഇത് കാണിക്കുന്നുണ്ട്. അവരൊക്കെ ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ട ആൾക്കാരായിരിക്കും. നമുക്ക് നല്ലൊരു ഇറക്കി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ, കയറ്റാൻ പറ്റുമോ? കയറ്റില്ല. രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും കുഴപ്പമില്ല, പെട്ടെന്ന് കറക്റ്റ് കിട്ടുന്നുണ്ട്. ചപ്പാത്തി ഔട്ട് കയറ്റില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ശരി, അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ സംസാരിച്ചാൽ ഈ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കയറ്റം കിട്ടും. അപ്പോൾ ഇറക്കം പതിയെ ഉള്ളതാണ്. ഈ കള്ളോട് വെള്ളമാണ്, ധർമ്മമാണ്.